ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതസ് കിച്ചൺ. ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു പാളയൻകുടൻ വാഴ കൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂക്കണൊക്കെ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്നിച്ചിട്ട് ചെമ്മീനിട്ട് ഉലത്താന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെമ്മീനിട്ട് ഉലത്താന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചെമ്മീനിട്ട് ഉലത്താനായിട്ട് അപ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പോയി വാഴക്കൊല വെട്ടിയിട്ട് വരാം. വാഴക്കൊലയിൽ നിറച്ചുറുമ്പായിരുന്നു കേട്ടോ, അതാണ് ഞാൻ താഴത്തേക്ക് ഇട്ട് കളഞ്ഞത്. മമ്മി ആദ്യം പോയി വെട്ടാൻ നോക്കിയിട്ട് നടക്കാണ്ട് തിരിച്ചു പോകുന്നതാണ്. ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ വാഴക്കൊല വെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ അകത്ത് നിന്ന് ഒരു പടല ഞാൻ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉലത്തിയെടുക്കാം. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാളയംകുടൻ കായ ഇതേപോലെ തൊലി ഉരിഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ മോനെ ക്ലാസ്സിലാക്കിയിട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരാളിരുന്ന് മീൻ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയക്കരടുത്ത് ഇതേപോലെ കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെമ്മീൻ കണ്ടപ്പോൾ ചാറ് വയ്ക്കാനുള്ള ഒരു കൊതി കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ചെമ്മീൻ കിള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് മമ്മി പറഞ്ഞത് നമ്മുടെ ഒരു വാഴക്കൊല ഒടിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചക്കിട്ട് ഒലറ്റുകയും ചെയ്യാം, ചാറും വയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കറി ചെമ്മീൻ ചാറും ചെമ്മീനിട്ട് ഉലത്തിയ പച്ചക്കായുമാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കയൊക്കെ ഇതേപോലെ തൊലി ഉരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ കറ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. അതിനുശേഷം ഒരു 4 പ്രാവശ്യം നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ പറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ പറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ 3-4 പ്രാവശ്യം കഴുകി വാരിയ പച്ചക്ക നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നിരപ്പ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ച് ചെമ്മീൻ പറ്റിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ അധികം എരിവ് പറ്റില്ല, അത് കാരണം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ പുള്ളി മുളകൊക്കെ കരിഞ്ഞു പോകാണ്ട് നമുക്ക് ഇതിഞ്ഞൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ താളിച്ച ചട്ടി ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇത് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി അത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ ആ മൂപ്പിച്ചിട്ടതിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലായിടത്തോട്ട് ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം കൂട്ടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ്. നമ്മുടെ പച്ചക്ക ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കായാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനിട്ട പച്ചക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.